ഈ സമയം ഒരുപാടാച്ചു. ഇന്ന് രാത്രി എങ്ക പോകും? ഞാനൊരു ഐഡിയ ചൊല്ലട്ടുമാ. ഇന്നേക്ക് നൈറ്റ് എൻ്റെ കൂടെ തൂങ്ങലാം. അയ്യോ ഞാനോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എൻ്റെ വീട്ടിൽ തൂങ്ങലാം എന്നാണ്. എന്നിട്ട് നാളെ കാലയിൽ എന്നെ വേണേലും ചെയ്യലാം. இந்த மாதிரி ഒരു സിറ്റുവേഷനിൽ ഇവളോ പെരിയൊരു സിറ്റിയിൽ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാലേ കടവുൾ പോലും പുറക്ക മാട്ടെ. അതാ അപ്പടി ചൊല്ലിയത്. അതുമല്ല, ഏകദേശം നിന്റെ പ്രായമുള്ള 2 തങ്ങച്ചിമാർ എനിക്ക് പേർക്ക് ഊരില്. അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ എൻ കൂടെ വായോ. എന്തായി? ആസ് യൂഷ്വൽ കുഴപ്പമാക്കിയില്ലേ? ഏയ് കരിഞ്ഞിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. എന്താ മത്തി കൊണ്ടുവരാൻ പോയിട്ട് നെയ്മീനും കൊണ്ടാണല്ലോ വരവ്. ഇതാരാണ്? പ്രോസിക്യൂഷൻ കണ്ടറിഞ്ഞൂടെ? അയ്യോ കവലപ്പെടണ്ട. വാങ്ങോ. ഇതാ ഞാൻ സ്വന്തം ഫ്രണ്ട്സ്. തമിഴാ? സലീമിക്ക, നിങ്ങളെന്താ മൊബൈൽ എടുക്കാൻ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഈ ഫോൺ വയലന്റ് മോഡിലായി പോയി. എന്താ? സൈലന്റ് മോഡിലായി പോയി. ആ, അത് ഇത് താമര. ഞാൻ രാവിലെ വിളിച്ചപ്പോ പറഞ്ഞില്ലേ, അത് ഇതാ. ഏതാ കുട്ടിയാങ്ക ഉക്കാരിങ്കോ? എന്തോ അത് ഉക്കാരിക്കോളും. നീങ്ക വാങ്ങോ. വാടാ ഉക്കാരിക്കോളൂ കേട്ടോ. എന്താ നീ ഇത് എന്ത് ഭാവിച്ചാ? അല്ല സലീമിക്ക, എനിക്കിഷ്ടായി. ഇപ്പോഴെങ്കിലും എന്റെ മനസ്സ് നീ മനസ്സിലാക്കിയല്ലോ. കലക്കി കണ്ടു പഠിക്കട തേണ്ടി. നിങ്ങൾ രണ്ടുപേരും കൂടെ അവൾക്ക് കഴിക്കാൻ താഴ്ച കൊടുക്ക്. ഞാൻ പോയിട്ട് ബെഡൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിട്ട് വരാം. എന്താ എന്താ ഉദ്ദേശം? അല്ല, ബെഡൊക്കെ വിരിച്ചിരുന്നല്ലേ എൻ്റെ ഒരു മനോഹാരിത. ഞാനല്ലോ, എനിക്ക് ഭയങ്കര ടെൻഷൻ. ടെൻഷൻ വേണ്ട. അല്ല അങ്ങനെയല്ല. അതെ, രണ്ടുപേരും കൂടെ നോക്കി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കുട്ടിയല്ല അത്. അതിന് കുട്ടിയാണെന്ന് ആരാ പറഞ്ഞു? ഒരു കയറ്റി വെച്ചാണല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു. പിന്നെ ഒരു ഡാൻസ് ബാറിലെ ഡാൻസർ ആയിരുന്നു. പാവം. അയ്യോ, ഡാൻസ് ബാറിലെ ഡാൻസർ ആയിരുന്നു. ആ, ഞാൻ വിചാരിച്ച നിലമ്പൂർ കോലത്തെ ഏതോ കുട്ടിയാണ്. എടാ പൊട്ട, നീ ഇതുവരെ ലോകം കണ്ടിട്ടില്ലേ? മര്യാദയ്ക്ക് കാര്യം നടത്തിയിട്ട് കാലത്തെ എവിടെ വെച്ചുകൊണ്ടാക്കാൻ നോക്ക്. ഞാൻ അവിടെ വെച്ച കൊണ്ടായിക്കോളാം. തൽക്കാലം നിങ്ങൾ ഡ്യൂട്ടിക്ക് വന്നോ. ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തോളം എന്റെ കുഴപ്പം. എന്റെ സലീമിക്ക, അത് അവളൊരു വല്ലാത്ത സിറ്റുവേഷൻ. അടങ്ങ്, ഞാൻ പറയാം. നിനക്കെന്താ വട്ടാണോ? അകത്ത് പോയി കിടക്കേണ്ടി വരും, പറഞ്ഞേക്കാം. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ഈ ഒരു രാത്രി. നാളെ നേരം എടുത്ത് അവള് പൊക്കോളും. ഒറ്റയ്ക്ക് വെട്ടേച്ച് വരാൻ തോന്നില്ല, അതുകൊണ്ടാ. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്. വെറുതെ കുറെ സ്വപ്നവും കണ്ടു. ഡ്യൂട്ടിക്ക് പോവല്ലേ? എന്തായാലും താമര ഉസാറ് പേരട്ടോ. സത്യം തന്നെ അല്ലേടാ? ചെങ്ങായിനെ കൊണ്ട് നീ അവള് നോണ പറഞ്ഞായിരിക്കും. ஏதாவது பிரச்சனை இருக்கா? ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അപ്പൊ ശരി, തൂങ്ങിക്കോളൂ കേട്ടോ. ഇത് വെച്ചുക്കോ. அப்போ உங்களுக்கு ഇല്ല, എനിക്ക് ഫ്രണ്ടോടെ ബ്ലാങ്കറ്റ് എടുക്ക. അപ്പോ ഗുഡ് നൈറ്റ്. ഈ ഡോറ് ക്ലോസ് പണിക്കോളൂ കേട്ടോ. നീ ഇതുവരെ ഉറങ്ങില്ലേ? എന്തോ പേടിയുണ്ട് കേട്ടോ. എന്തേ? ഞാൻ റീചാർജ് ചെയ്യാൻ പോയപ്പോൾ ഒരു പോലീസുകാരൻ എന്നെ ഒരു റോങ് നോട്ടോ. നിങ്ങൾ ഓളെ കൊണ്ട് വരുന്ന ആരും കണ്ടിക്കണോ? അറിയില്ല, ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പോലീസ്! രണ്ടാളും ഒരുമിച്ചു. വാ ചേട്ടാ, തുറക്കണോ?
എന്തായാലും വാ നോക്കാം. തുറക്കണോ? നിങ്ങളിത് എന്താണ് സലീംക്ക, ഇങ്ങനൊന്നും കാണിക്കരുത് കേട്ടോ. മൂപ്പര് വെറുതെ പേടിച്ചില്ലേ? അല്ല നിങ്ങളെന്താ ഡ്യൂട്ടിക്ക് പോയില്ലേ? ആ ആ ഡോറടയ്ക്ക്. എന്റെ എന്താണെന്നറിയില്ല, ഇവിടുന്ന് ഇറങ്ങിയപ്പോ തൊട്ട് മനസ്സിൽ നിന്നൊരു ഉള്ളുള്ളി. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ മൂന്നുപേരെയും ഒറ്റയ്ക്കാക്കി പോകുന്നത് ശരിയല്ലെന്ന് തോന്നി. മാത്രമല്ല തക്കാളി പരുവത്തിലൊരു പെണ്ണും 2 ഊള ചെറുപ്പക്കാരും. കാര്യഗൗരവമുള്ള ആൾ കൂടെ വേണം തോന്നി. എന്നിട്ട് ആളവിടെ? ഇവിടെ. ഓ, ആ കുട്ടി വല്ലതും കഴിച്ചോ? കുട്ടി കഴിച്ചിക്കണ്. ആ കുട്ടി ഉറങ്ങിയോ? ആ കുട്ടി ഉറങ്ങി. പാവം കുട്ടി. ഒറ്റയ്ക്കൊക്കെ ഉറങ്ങി ശീലം ഉണ്ടാവോ? ദേ, ഏത് നിമിഷം വേണമെങ്കിലും വഴിതെറ്റി പോവാന്ന പ്രായം നിങ്ങൾ രണ്ടുപേരുടെ. പോയി കിടന്നുറങ്ങ്. ഞാൻ കിടന്നോളം കൂടെ. ആരുടെ കൂടെ? താമര മോളുടെ കൂടെ. താമര മോളുടെ കൂടെ. കാക്കേ താനെ തന്റെ റംലത്തിന് സ്വപ്നം കണ്ടി കിടന്നാ മതി കേട്ടോ. റംലത്തിന് എന്റെ പട്ടി സ്വപ്നം കാണും. കേട്ടില്ല അല്ലേ? ഹിമാറിനെ പൊക്കടാ കുമാറേ. ചെങ്ങായിട്ടങ്ങള് നിനക്കൊക്കെ ഇത് എന്തിന്റെ സൂക്കേടാടാ? നിന്റെ അമ്മായിയുടെ മോളൊന്നല്ലോ. സുഖടെ തനിക്കാണോ ഇക്കച്ചറ്റെ? ഇല്ലാത്ത കാശ് കൊടുത്ത് ഈന്തപ്പഴം ഒട്ടപ്പാലും കഴിച്ചത് വെറുതെ. ശ്ശേ. ആഹാ. ഓഹോ. നീ എന്തീ കാണിക്കണേ? ഏതായാലും ഈന്തപ്പഴവും ഒട്ടോപ്പാലും കഴിച്ച സ്ഥിതിക്ക് ഞാനിവിടെ ഇരുന്നുറങ്ങിക്കോളാം. എന്നാ നിന്നെ നോക്കാനായിട്ട് ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരുന്നൊക്കെ ഉറങ്ങണ സ്ഥിതിക്ക് ഞാൻ ഇവിടെ കിടന്നുറങ്ങിക്കോളാം കേട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്. ആഹാ എന്തൊരു സുഖം. മെസ്സി അല്ല, ഞാനാണ് അടിച്ച്. ഞാൻ ശാപം. ഉറങ്ങാനും സമ്മതിക്കില്ലേ? എന്താ സലിമിക്ക, ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ലേ? എന്താണെന്നറിയില്ല, ഭയങ്കര മേലുവേദന. പനിക്കോളുണ്ടെന്ന് തോന്നുന്നു. ഞാനിന്ന് ലീവാക്കിയാലോ? ആ അത് നല്ല. അതെ, നിങ്ങളുടെ അസുഖം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകാണ്ട് ഞാൻ ഇവിടുന്ന് അനങ്ങുന്ന പ്രശ്നമില്ല. പനിയാന്ന് പറഞ്ഞില്ലേ? പണിക്ക് പോകാൻ പറഞ്ഞില്ലേ? അത് ശരി. സ്വന്തമായിട്ട് തിന്നൂല, മറ്റുള്ള കൊണ്ട് തീറ്റിക്കൂല. ആറാൻ പറഞ്ഞു. അലാറം ചവിട്ടിണിപ്പിക്കാനും തുടങ്ങി. പണിക്ക് പോകാൻ പറഞ്ഞിട്ടില്ലേ? ആ നിങ്ങളേനും നമ്മുടെയൊക്കെ വാപ്പയാന്ന് അവന്റെ വിചാരം. വല്ല ഓർക്കടാ. എങ്ങാണ്ട് ഒരു പെണ്ണ് കയറി ഒരു മനുഷ്യനോട് ജീവിക്കാനും പറ്റില്ല. എന്റെ മുണ്ട് അവിടെ. ഞാൻ ട്രൗസറല്ലേ? അപ്പൊ ട്രൗസറോടെ അല്ലേ അട്ടിക്കണേ? നിനക്ക് എന്തിനാ ട്രൗസർ? നിങ്ങക്ക് എന്തിട്ടാണ് സലിംക്ക വേണ്ടിയേ? പറ. പറയുന്നത് പറയല്ലേ? ഇവനെന്താ ആദ്യമായിട്ട് വായിൽ ഓർക്കാണോ? എന്താടാ? അയ്യോ എതുക്കതല്ല, വെറുതെ ഒന്ന് ശൂന്യ പോരെ. സലിക്കുണ്ടാക്കി തരില്ലേ? உங்களோட டேஸ்ட் எதுவும் எனக்கு தெரியாது. குடிச்சு பாருங்க. சக்கரை ஜாஸ்தியா இருக்கா இல்லையான்னு. എന്തൊരു മനോഹാരിത. ഉമ്മച്ചിയുടെ അതേ കൈപ്പുണ്യം, അതേ കടുപ്പം, അതേ മധുരം, കറക്റ്റാ. ശരിയാട്ടോ, ചായ പൊളിച്ചിക്കണ്. ഇന്ത മാതിരി ചായ എന്നോട് ലൈഫിൽ ഞാൻ കുടിക്കില്ല. താങ്ക്സ് അണ്ണാ. നന്ദി മോളെ. വിളിച്ചത് കേട്ടല്ലോ, അണ്ണാന്ന്. സഹോദരൻ. എടക്കൂ മാറേ. എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാന്നുണ്ട്. അവർ തമ്മിൽ കല്യാണം കഴിക്കണില്ലേ? അതുകൊണ്ട് എന്നിൽ നിന്ന് കൂടുതൽ മാന്യതൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. വൃത്തിയായിട്ട ചായ നീ പല്ല് കഴിക്കാത്തോണ്ടായിരിക്കും. ഇയാളുടെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നന്നാവില്ല. ഇക്കയാണ് അത്ര ചാറ്റ. അതെ, ഈ ചായയും ചോറൊക്കെ ഉണ്ടാക്കി ഇവിടെ തന്നെ നിർത്താനാണ് പരിപാടി? ബാറിലൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞാ പോരെ. ഈ ബാറ് പബ് എന്ന് പറഞ്ഞ കുട്ടിക്കളിയല്ല, പിന്നെ മദ്യപിക്കാനുള്ള സ്ഥലമാണ് അല്ലേ? അണ്ടർവേൾഡ് ആണ്, അണ്ടർവേൾഡ്. ഇവളെങ്ങാനും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇവന്റെ അണ്ടർവെയർ മാതിരിയോ തോള വീഴും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ എവിടെ കൊണ്ടുവന്നാക്ക്. ഇപ്പൊ മനസ്സിലായോ?
ഞാനൊരു ചേറ്റയല്ലാന്ന് ചേറ്റകളെ ജീവട്ടാ ചിലപ്പോ തോന്നുന്നു ഇയാൾ തത്വജ്ഞാനിയാണെന്ന്, ചിലപ്പോ കാമഭ്രാന്തനാണെന്ന്. ശരിക്കും ഇയാൾ ആരാ? ചേറ്റ. അതെ, അധികം സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, പറഞ്ഞു വിട്ടേക്ക്. അതാണ് നമുക്ക് നല്ലത്. 300. വാ. ഹലോ. ശീഘ്രം പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. പക്ഷെ പിന്നെ എന്നെ ചെയ്യണമെന്ന് കേട്ടാ അത് ഞങ്ങൾക്ക് தெரியாது. ഇന്തമാതിരി സിറ്റുവേഷനിൽ കുട്ടിയസായേക്കാളുള്ള ഒരു ബന്ധവും കഴിയുമെന്ന് ഞങ്ങൾക്കില്ല. ചുമ്മാ സമാധാനിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചൊല്ലിയിട്ട് കാര്യമില്ലോ അല്ലേ? ഏതായാലും ഒന്നുകൂടെ യോജിച്ചൊരു മുടിവെടുത്താൽ പോതും. ഇത് വെച്ചോളൂ. ஐயோ அது வேணாம். நேற்று நைட்டு இங்கே தங்க இடம் கொடுத்தது தான் பெரிய ஹெல்ப். அது போதும். ரொம்ப தேங்க்ஸ். അല്ല, ഇത് വെച്ചുക്കോ. എവിടെയെങ്കിലും എന്തെങ്കിലും പാക്കത്തൊക്കെ ഭാഗ്യം കിടച്ചാൽ അപ്പ തിരുപ്പി വാങ്ങിച്ചോളാം. അല്ല സലിമിക്ക? അതെ, ഒന്നിലും നമുക്ക് 4 ആൾക്കാരോട് പറയാലോ ശ്രീലങ്കക്കാരെ നമുക്ക് കാശ് തരാണ്ടെന്ന്. അതെ ജീവട്ടാ, ഈ ടൈമിൽ പുറത്ത് ഫുള്ള് ആൾക്കാരായിരിക്കും കേട്ടോ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇടങ്ങാറാവും. ശരിയാ, കൊഞ്ചം ടൈം കഴിഞ്ഞ് പോണാ പോതും. അപ്പൊ ശരി, വീണ്ടും പാക്കാന്ന് പറയുന്നില്ല, പാക്കുമ്പോ പാക്കാം. വാ. ആ, നേരെ നോക്കി നടന്നാൽ ഒരു വീഴ്ച ഒഴിവാക്കാം.